ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 048842326252. വടക്കാഞ്ചേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച് നഗരസഭാ കൗൺസിൽ ഹാളിൽ വിശദീകരണ യോഗം ചേർന്നു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ ടൗൺ പ്ലാനർ പങ്കെടുത്ത് സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയുടെ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അന്തിമ അനുമതി നൽകി. അനുമതിയുടെ പകർപ്പ് ടൗൺ പ്ലാനർ സീമ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന് കൈമാറി. മാസ്റ്റർ പ്ലാൻ അംഗീകാരം അല്ലെങ്കിൽ അതിൻ്റെ തയ്യാറാക്കിക്കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 28 പുതിയ നഗരസഭ രൂപീകരിച്ചതിൽ നമ്മുടെ നഗരസഭയ്ക്ക് മാത്രമാണ്, വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മാത്രമാണ് മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് നഗരസഭ രൂപീകരിച്ചിട്ട് 9 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഈ 9 വർഷത്തിനിടയ്ക്ക് 16 ശേഷം ആരംഭിച്ച 8 വർഷത്തിനിടയ്ക്ക് വിവിധ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് മാസ്റ്റർ പ്ലാൻ കരട് രൂപീകരിച്ചു. കരടിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി സ്വീകരിച്ചു. ആ പരാതിക്കാരെ നേരിട്ട് കേട്ടു. പരാതിക്കാരെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഭേദഗതി വരുത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും പരാതികളും എല്ലാവരുടെയും പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ മാസ്റ്റർ പ്ലാനിന് ഇപ്പോൾ ഗവൺമെന്റ് അംഗീകാരം തന്നിട്ടുള്ളത്. 2016 കേരള നഗര ഗ്രാമാസൂത്രണ ആക്ടിലെ 36 വകുപ്പ് 8 ഉപവകുപ്പ് പ്രകാരം ഉത്തരവ് നമ്പർ 174/2024 പ്രകാരമാണ് മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചത്. 28 നഗരസഭകളിൽ വടക്കാഞ്ചേരി ഉൾപ്പെടെ 2 നഗരസഭകളാണ് മാസ്റ്റർ പ്ലാൻ പൂർത്തീകരിച്ചത്. നഗരവികസനത്തിലൂടെ വ്യവസായ മേഖലയിൽ വൻ കുതിപ്പ് ലക്ഷ്യമിട്ടാണ് നഗരസഭ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത്. വടക്കാഞ്ചേരിയുടെ വികസനത്തിനും ഭൂവിനിയോഗത്തിനുമുള്ള പ്രധാനപ്പെട്ട മാർഗരേഖ കൂടിയാണിത്. നഗരത്തെ വിവിധ സോണുകളായി തിരിച്ച് എല്ലാ മേഖലയിലും വികസനം നടപ്പാക്കും. അതിനായി എല്ലാ സോണുകളിലും വ്യവസായ യൂണിറ്റുകൾക്ക് പ്രോത്സാഹനം നൽകും. 155ഓളം പദ്ധതികളാണ് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ, AM ജമീലാബി, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രമോദ് കുമാർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താണ് 2015 വടക്കാഞ്ചേരി നഗരസഭയായി രൂപീകരിച്ചത്. പുതുതായി രൂപീകരിച്ച എല്ലാ നഗരസഭകൾക്കും മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നതിനായി സർക്കാരിൽ നിന്ന് നിർദ്ദേശം വന്നതിനെ തുടർന്ന് 2016 കൗൺസിൽ നിർദ്ദേശപ്രകാരം മാസ്റ്റർ പ്ലാൻ തീരുമാനിക്കുകയും അത് നടപ്പാക്കുന്നതിന് ടൗൺ പ്ലാനിംഗ് വിഭാഗത്തിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ പ്ലാനിങ്ങിനായി വിവിധ ഡാറ്റ ശേഖരണവും സാമൂഹ്യ സാമ്പത്തിക സർവേയും നടത്തി. ഭാവിയിലേക്കുള്ള വികസനം മുന്നിൽ കണ്ട് നിരവധി ചർച്ചകളിലൂടെ മാസ്റ്റർ പ്ലാനിന്റെ കരട് തയ്യാറാക്കി. 2020 ജനുവരിയിൽ മാസ്റ്റർ പ്ലാൻ കൗൺസിലിന്റെ അംഗീകാരത്തിന് നൽകി സർക്കാരിലേക്ക് സമർപ്പിച്ചു. 2021 മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ച വിവരമറിയിച്ച് ഗസറ്റഡ് വിജ്ഞാപനമായി. മാസ്റ്റർ പ്ലാനിൽ പൊതുജനങ്ങൾക്ക് 60 ദിവസത്തിനുള്ളിൽ പരാതികൾ സമർപ്പിക്കാൻ സമയം അനുവദിച്ചു. 100ഓളം വിഷയങ്ങളിലായി 18ഓളം പരാതികളാണ് കിട്ടിയത്. പരാതികൾ പരിഗണിച്ച് ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിനായി സ്പെഷ്യൽ കമ്മിറ്റി രൂപീകരിച്ചു. പലതവണ സ്പെഷ്യൽ കമ്മിറ്റി കൂടി ഓരോ പരാതിയും വിശദമായി ചർച്ച ചെയ്ത് വ്യക്തമായ ഭേദഗതികൾ നിർദ്ദേശിച്ചു. റോഡിന്റെ വീതി ഉൾപ്പെടെ നഗരവികസനത്തിന് ആവശ്യമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചു. 2024 അന്തിമ അനുമതിക്കായി സർക്കാരിലേക്ക് സമർപ്പിച്ചു. നഗരസഭയുടെ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിലേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടാകാൻ ഈ മാസ്റ്റർ പ്ലാനിന് കഴിയും. വടക്കാഞ്ചേരി ടൗൺ തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു സ്ഥിതിയിലായിരുന്നു ആദ്യം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. പക്ഷെ പിന്നീട് വന്ന ഈ പുതിയ നഗരസഭ ഭരണസമിതി ആ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പ്രിയപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് രണ്ടാമത് കരട് ഉൾപ്പെടുത്തി അത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ റോഡുകളുടെ വീതി
കുറച്ചുകൊണ്ട് കടക്കാർക്ക് ഉപദ്രവമല്ലാത്ത രീതിയിൽ, എന്നാൽ ചെറിയ രീതിയിൽ നമുക്ക് റോഡുകളൊക്കെ വീതി കൂട്ടേണ്ട ആവശ്യം വരും. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഏറ്റെടുക്കേണ്ടി വരും. അതല്ലാതെ പൂർണ്ണമായിട്ടും പട്ടണം തന്നെ ഇല്ലാതാക്കുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഒരു മാറ്റമാണ് ഈ പുതിയ മാസ്റ്റർ പ്ലാനിൽ എന്ന് വിചാരിക്കുന്നു. കാരണം കരട് കണ്ട ഒരു സ്ഥിതിക്ക് അതൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ വടക്കാഞ്ചേരി ബൈപ്പാസ് ഉൾപ്പെടെ നമുക്ക് വടക്കാഞ്ചേരി ഒട്ടനവധി, ഇത് പഞ്ചായത്തായിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു അർബനൈസേഷന്റെ ഭാഗമായിട്ട് മാറണം നമ്മൾ. ഇപ്പോൾ ഒരുപാട് ലൈസൻസുകൾ ഇവിടെ ഉണ്ട്. ഞാൻ ഈ നഗരസഭയിൽ ഒരു ലൈസൻസ് ആയിരുന്ന ആളാണ്, ബേസിക്കലി എഞ്ചിനീയറാണ്, സിവിൽ എഞ്ചിനീയറാണ്. PCB ന്യൂസ് വടക്കാഞ്ചേരി.